ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. ഡ്രൈവറെ കണ്ടാലും ഞെട്ടണ്ട, ഇഹ ബേബി തന്നെയാണ്. അവിടുന്ന് ഞങ്ങൾ അങ്ങനെ കേളങ്കാവെത്തി. അവിടുത്തെ മാരിയമ്മൻ കോവിലിൽ ഉത്സവം നടക്കുകയാണ്. ചേച്ചി ആന്റിയും തൊഴാൻ കയറി. ഞാൻ കാറി തന്നെ ഇരുന്നു ഗൈസ്. മുട്ട തിന്നുകൊണ്ട് കയറാൻ എനിക്കൊരു പേടിയായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് ഗൈസ് എണ്ണപ്പന. സൂര്യൻ നിറകന്തലെ ഉദിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്. എന്നിട്ട് പോലും അത്യാവശ്യം തണൽ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും വെറുതെ പന കണ്ടിട്ട് പോകാനല്ല ഗീതു ചേച്ചി വന്നത്. 3-4 സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ ആയിട്ടാണ് ചേച്ചി വന്നത്. അങ്ങനെ സാൻഡ്വിച്ച് ഞാൻ കഴിച്ചു നോക്കി. വെറുതെ പറയുമല്ല, അന്യായ ടേസ്റ്റ് തന്നെ ഗൈസ്. അങ്ങനെ സാൻഡ്വിച്ചും ജ്യൂസും എല്ലാം കഴിച്ച് തീർത്ത ശേഷം ഞങ്ങൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ചെറിയൊരു കാടിന്റെ ഉള്ളിലൂടെയൊക്കെയാണ് നമ്മൾ പോകേണ്ടത്. ഇതാ കണ്ടില്ലേ, ഒരു ചെറിയ വാട്ടർഫാൾസ് ആണ് ഗൈസ് ഇത്. പക്ഷെ നമ്മൾ വന്ന ടൈം നല്ല ബെസ്റ്റ് ടൈം ആയതുകൊണ്ട് വേണ്ടത്ര വെള്ളമില്ലായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക്. കുറച്ച് ദൂരമുള്ള ഓഫ് റോഡിങ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലെത്തി. നഗരവനം എന്നാണ് ഗൈസ് അതിന്റെ പേര്. കണ്ടില്ലേ, ശരിക്കും ഒരു ഫോറസ്റ്റിനുള്ളിലൂടെ തന്നെയാണ് നമ്മുടെ ഈ യാത്ര. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനും എത്തി ഗൈസ്. അപ്പൊ പിന്നെ ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ ഞങ്ങൾ നേരെ അതിന്റെ മേലേക്ക് കയറി. ശരിക്കും ഞാൻ പ്രതീക്ഷയിലും അപ്പുറമാണ് ഗൈസ്. അവിടെ നിൽക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് എനിക്ക് കിട്ടിയത്. ഇതാ കണ്ടില്ലേ, നല്ല മഞ്ഞുള്ള സമയം ഇവിടെ വന്നാൽ എന്തായിരിക്കും വൈബെന്നൊന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. അപ്പോഴേക്കും അവിടുത്തെ ഓഫീസർ ഒന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങാൻ പറയുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. അതെ, അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.